കാറിലും ബുള്ളറ്റിലും സൈക്കിളിലുമൊക്കെ ദേശദേശാന്തരങ്ങൾ യാത്ര ചെയ്യുന്നവരുടെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ തൻ്റെ ശാരീരിക പരിമിതികളെ മറികടന്ന് ആത്മവിശ്വാസത്തോടെ വീൽചെയറിൽ ലോകം ചുറ്റുകയാണ് ഹസൻ ഇമാം എന്ന യുവാവ്. ലോകസഞ്ചാരത്തിനിടെ ഈ ബീഹാർ സ്വദേശി കഴിഞ്ഞ ദിവസം ബഹ്റിനിലും എത്തി. ബീഹാറിലെ ഗയയിൽ നിന്നുള്ള 26 വയസ്സുള്ള ഹസൻ ഇമാം മിഡിൽ ഈസ്റ്റ് പര്യടനത്തിനിടെ ഖത്തറിൽ നിന്നുമാണ് ബഹ്റൈനിൽ എത്തിയത്. ചെറുപ്പത്തിലെ പോളിയോ ബാധ കാലുകളെ തളർത്തിയെങ്കിലും മനസ്സ് തളർന്നില്ല. വെല്ലുവിളിയാണെന്നറിഞ്ഞിട്ടും യാത്രാ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. തന്റെ സഞ്ചാര സ്വപ്നങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ രൂപപ്പെടുത്തിയെടുത്ത വീൽചെയറിൽ ഇതിനോടകം 40,000-ത്തിലധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്തു കഴിഞ്ഞു. മദ്രാസ് IIT നിർമ്മിച്ചു നൽകിയതാണ് വീൽചെയർ. ശാരീരിക പരിമിതികൾ ചെറുതല്ലെങ്കിലും പഠനം പൂർത്തിയാക്കി. JNUയിൽ നിന്നും റഷ്യൻ ഭാഷയിൽ ബിരുദധാരിയാണ് ഹസൻ ഇമാം. नमस्ते, मेरा नाम हसन इमाम है और मैं गया बिहार से हूँ. मैं इस टाइम अपने व्हील चेयर पर वर्ल्ड ट्रिप कर रहा हूँ. अब तक मैंने इस व्हील चेयर से तकरीबन 15 कंट्री फिनिश कर दिया है. दिस इज़ 16 कंट्री. आई एम ए फॉर्मर स्टूडेंट ऑफ जवाहरलाल नेहरू यूनिवर्सिटी न्यू दिल्ली. मैंने वहाँ से रशियन लैंग्वेज कोर्स किया है और इसके बाद फिर हमारा एक ख्वाब था वर्ल्ड ट्रिप करने का, जो कि ऑलमोस्ट बिना पैसों के कैसे चलें या थोड़े से पैसों में कैसे चलें, जो कि ये एक बहुत लगभग लाखों लोगों के ऐसे सपने होते हैं. तो मैंने मैं अपने सपने को फॉलो करते हुए इस काम में लग गया और करना शुरू कर दिया. हाँ, मुझे ना बचपन से एक सपना था. मैं ज्योग्राफी पढ़ता था अपने गांव में, तो जब नक्शे को देखता था, मैप को, वर्ल्ड मैप को देखता था, इंडिया के मैप को देखता था, तो लगता था मैं कब तक मैप को देखता रहूँगा दीवारों पे. ठीक है, इसको हकीकत में कब चलेंगे. और अगर फिर मैंने एनालिसिस किया उस टाइम पे कि हकीकत में अगर चलेंगे तो लाखों रुपया खर्च होंगे. ऑब्वियसली ट्रैवल एक एक्सपेंसिव चीज़ है, ये सब की बस की बात नहीं है. तो फिर मैंने बहुत से रिसर्च करना शुरू किया कि ऐसी कोई गाड़ी, ऐसी कोई व्हीकल जो हमें बिल्कुल थोड़े पैसे में, कम पैसे में. मैंने दुनिया में जितने भी व्हीलचेयर बनती हैं, हालांकि मैं एक डिसेबल हूँ, है ना, लेकिन हमारे लिए एक चैलेंज होता है. ये जो काम है ना, टूरिज़म या ट्रैवल करना, ये इम्पॉसिबल है हमारे जैसे लोगों के लिए, फॉर डिसेबल पीपल. लेकिन हमने फिर दुनिया भर में जितने भी व्हीलचेयर कंपनी है, बड़ी बड़ी कंपनी, जो जितने भी डेवलप कंट्रीज़ के कंपनी, तो उनसे फाइंड आउट किया. उनको मैंने अपने योजना के बारे में, इस कहानी के बारे में बताया, तो उन्होंने कहा कि नहीं, हमारी ऐसी व्हीलचेयर नहीं बनती कि आप इस व्हीलचेयर से ऐसा कोई बड़ा काम करें. व्हीलचेयर बनती हैं घरेलू काम के लिए, ठीक है, डोमेस्टिक, मतलब घर से बाज़ार, दुकान या आसपास के चीज़ों को इधर उधर जाने के लिए. तो हालांकि ये जो कंपनी है नियो मोशन, ये IIT मद्रास के द्वारा बनाया गया एक यूनिक और सबसे अच्छा व्हीलचेयर है. और इस व्हीलचेयर का भी काम ट्रैवलिंग के लिए नहीं था, लेकिन मैंने इसका इस्तेमाल एज ए ट्रैवलिंग कर रहा हूँ. और अब तक मैं इस व्हीलचेयर से बहुत लगभग 40,000 किलोमीटर चल चुका हूँ. മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, ചൈന തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിച്ച ശേഷം ആരോഗ്യ കാരണത്താൽ ഒരു ഇടവേള എടുക്കേണ്ടി വന്നെങ്കിലും 2024 നവംബർ 15 ഒമാനിൽ നിന്നും ഹസൻ ഇമാം തന്റെ മിഡിൽ ഈസ്റ്റ് പര്യടനം ആരംഭിക്കുകയായിരുന്നു. ഹൈദരാബാദിൽ നിന്നും മസ്കറ്റിൽ വിമാനമിറങ്ങിയ ഹസൻ തുടർന്നങ്ങോട്ട് വീൽചെയറിൽ ഒമാന്റെ പല ഭാഗങ്ങളും സന്ദർശിച്ചു. പിന്നീട് UAEയിൽ എത്തുകയും യാത്ര തുടരുകയും ചെയ്തു. അബുദാബി ബോർഡറിൽ നിന്നും സൗദിയിലെത്താൻ ഒരു ട്രക്കിന്റെ സഹായം തേടിയതൊഴിച്ചാൽ മുഴുവൻ സഞ്ചാരവും തന്റെ വീൽചെയറിൽ ആയിരുന്നു. സൗദിയിൽ നിന്നും ഖത്തറിലേക്കും പിന്നീട് ബഹ്റൈനിലും എത്തിയ ഹസൻ ഇമാം അടുത്ത ദിവസം തന്നെ സൗദി അറേബ്യയെ കൂടുതൽ കാണാനും മനസ്സിലാക്കാനുമായി വീണ്ടും സൗദിയിലേക്ക് തിരിക്കും. വിസ ചെലവുകൾ സ്വയം വഹിച്ചും ചെലവ് ചുരുക്കിയുമാണ് യാത്രകളെന്നും പലപ്പോഴും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും എംബസികളും ചില സഹായങ്ങൾക്ക് മുന്നോട്ട് വരാറുണ്ടെന്നും ഈ യുവാവ് പറയുന്നു. യൂറോപ്പിലും ആഫ്രിക്കയിലും യാത്ര ചെയ്യണമെന്നാണ് ആഗ്രഹമത്രേ. ശരീരത്തിനും വീൽചെയറിനും കുഴപ്പമില്ലെങ്കിൽ അതും സാധ്യമാക്കുമെന്ന് ഹസൻ ഇമാമിന്റെ ആത്മവിശ്വാസം. ഇത്തരത്തിൽ യാത്രകൾ ചെയ്യുന്നതിനോട് വീട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന ചോദ്യത്തിന് ജാ ജീലെ അപ്പനെ ജിന്ദഗി എന്നാണത്രേ അവർ പറയാറുള്ളത്. ഹസൻ വീൽചെയറിൽ തന്റെ യാത്രകൾ തുടരുകയാണ്, ജീവിതം ആസ്വദിച്ചുകൊണ്ട്. ഏഷ്യ ബഹ്റൈൻ.